എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് രേവതിയുടെ പൂക്കട തുടങ്ങിയത് ഒട്ടും ഇഷ്ടമല്ലല്ലോ. പോരാത്തതിന് പൂക്കടക്കാണെങ്കിൽ ചന്ദ്രമതിയുടെ പേരും. അപ്പോൾ ഈ പൂക്കട എങ്ങനെയെങ്കിലും പൂട്ടിച്ചാൽ മതി എന്നായിരുന്നു ചന്ദ്രയുടെ മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം നടക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹിമ വർഷയെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ വർഷമൊന്നും ആ ടൈമിൽ അവിടെ ഉണ്ടാവില്ല. ചന്ദ്രയും ശ്രുതിയും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ മഹിമ വരുന്ന ടൈമിൽ തന്നെ ഒരു ചേച്ചിയും വരുന്നുണ്ട് പൂ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്ന ഭാവമില്ല. രേവതിയുടെ അമ്മയല്ലേ, എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ. കയ്യിൻ്റെ അളവ് വെച്ച് അളന്ന് എനിക്ക് ആ പൂവൊന്നും എടുത്ത് താന്നൊക്കെ പറയുവാണ്. എനിക്ക് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി വാശി പിടിക്കുവാണ്. അപ്പോൾ നിവർത്തിയില്ലാതെ മഹിമയുടെ മുമ്പിൽ ചന്ദ്ര പൂ അളന്നിട്ട് ആ ചേച്ചിക്ക് മുറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മഹിമ കളിയാക്കുന്നുണ്ട്. ഓ, ചന്ദ്രക്ക് പൂവൊക്കെ അളക്കാൻ നല്ലോണം അറിയാലോ, ശരിക്കും പൂക്കടക്കാർ അളന്നു കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മഹിമ കളിയാക്കും. അപ്പോൾ ഇത് ചന്ദ്രക്ക് വളരെ വിഷമാവുന്നുണ്ട്. പോരാത്തതിന് മഹിമ പറയും, എൻ്റെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ഒരു പൂജയുണ്ട്, അപ്പോൾ പൂജയ്ക്ക് വേണ്ടി എനിക്ക് കുറച്ച് പൂ വേണം, ചന്ദ്ര ഒന്ന് അളന്ന് താന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ. ചന്ദ്ര പക്ഷേ പണക്കാരൻ്റെ വീട്ടിലെ ആൾക്കാരല്ല, അവരോട് ദേഷ്യം കാണിക്കില്ലല്ലോ. പൂ അളന്ന് നമ്മുടെ മഹിമയ്ക്ക് കൊടുക്കുവാണ്. എന്നിട്ട് മഹിമ പോകുമ്പോഴേക്കും ശ്രുതിയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ മഹിമ അവരെന്നെ അപമാനിച്ചതാ, അവർ കാണിച്ചത് കണ്ടില്ലേ, പൂ അളന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടും പോയി. ഇനി അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരും, രേവതി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നോട് എടുത്തു തരാൻ പറയും. എന്നെ അവരൊരു പൂക്കടക്കാരിയായിട്ടാണ് കാണുന്നത്. പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് കേട്ടില്ലേ, രേവതിയുടെ പൂക്കടയിൽ രേവതി ഇല്ലാത്തപ്പോൾ പോയി ഇരിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ. ശ്രുതി, നമുക്ക് ആ പൂക്കട എങ്ങനെയെങ്കിലും പൂട്ടിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, അയ്യോ, പൂക്കടെങ്ങാനും പൂട്ടിച്ചത് സച്ചി അറിഞ്ഞ അതിനെ അറിയാലോ, സച്ചിയുടെ സ്വഭാവം, നമ്മുടെ മെക്കിട്ട് കയറും. അപ്പോൾ ചന്ദ്ര പറയും, നമുക്ക് രാത്രി വലുതും ആ പൂക്കട വണ്ടി എങ്ങോട്ടെങ്കിലും കൊണ്ട് ഉന്തിയിട്ട് പൊട്ടിച്ചാലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, CCTV ക്യാമറയിലൊക്കെ പതിനതിനെ ബുദ്ധിമുട്ടും, പിന്നെ എന്ത് ചെയ്യും, എനിക്ക് ആ പൂക്കട അവിടെ നിന്ന് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഒരു ഐഡിയ ഉണ്ട്, സച്ചി സർപ്രൈസ് ആയിട്ടല്ലേ രേവതിക്ക് ഈ പൂക്കടയൊക്കെ തുടങ്ങിക്കൊടുത്തത്, അപ്പോൾ എന്തായാലും അതിൻ്റെ ഫോർമാലിറ്റീസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് കോർപ്പറേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം, ഇങ്ങനൊരു പൂക്കട ഒരു രേഖകളും ഇല്ലാതെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ ശല്യമാണ് ആ പൂക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ കോർപ്പറേഷൻകാർ വന്ന് തന്നെ ആ പൂക്കട കൊണ്ടുപോവുകയും ചെയ്യും. സച്ചിയുടെ ദേഷ്യം നമ്മോട് കാണിക്കത്തുമില്ല. അപ്പോൾ ചന്ദ്ര പറയും, അത് നല്ല ഐഡിയ ആണല്ലോ, അപ്പോൾ ഇപ്പം തന്നെ ശ്രുതി നീ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറയുവാണ് ചന്ദ്ര. ശ്രുതിയാണെങ്കിൽ കേട്ട പാതി പോയി കംപ്ലൈൻറ്റും കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ കോർപ്പറേഷൻകാരൊക്കെ വന്നിട്ട് രേവതിയുടെ പൂക്കട പൊളിച്ചുകൊണ്ടും പോകുവാണ്. ഇത് കണ്ട് ചന്ദ്രയും ശ്രുതിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ചന്ദ്ര അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, നീ കംപ്ലൈൻറ്റ് കൊടുത്ത പിറ്റേ ദിവസം തന്നെ ഇവർ വന്ന് ഈ കട പൊക്കിക്കൊണ്ടും പോകുമെന്ന് ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സന്തോഷിക്കുവാണ്. രേവതി ആ ടൈമിൽ അമ്പലത്തിൽ പോയി വരുവാണേ. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും പൂക്കട പൊളിച്ചുകൊണ്ടും പോകുന്നത് കാണുമ്പോൾ രേവതി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി വരും. അയ്യോ, ഇത് എൻ്റെ പൂക്കടയാണ്, നിങ്ങൾ ഈ പൂക്കട എൻ്റെ വണ്ടി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയും, മാഡം ഞങ്ങൾ കോർപ്പറേഷനിലെ ആൾക്കാരാണ്, മാഡം യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്താണ് ഈ കട തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തല്ല തുടങ്ങിയിരിക്കുന്നത്, വീടിൻ്റെ അകത്തുള്ളതാണ് നിങ്ങളുടെ സ്ഥലം, വീടിൻ്റെ ഈ ഗേറ്റിൻ്റെ പുറത്തുള്ളതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്, അതിന് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്കും ഒരു കട തുടങ്ങാനുള്ള അവകാശം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരത് ഭയങ്കര പ്രശ്നമൊക്കെയാണ്. രേവതി കുറേ അപേക്ഷിക്കും, സാർ ഞാനൊരു പൂക്കടയല്ലേ തുടങ്ങിയിരിക്കുന്നത്, അതിന് ആർക്കും ഒരു ശല്യവും ഇല്ലല്ലോ, എനിക്കൊന്നിത് എൻ്റെ പൂക്കട കൊണ്ടുപോവല്ലോ, എൻ്റെ ഭർത്താവ് ഇതിന് കിട്ടു തന്നതാണ് സാർ, പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ അപേക്ഷിക്കും. അവരതൊന്നും കേൾക്കില്ല കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ആ സമയത്ത് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമായിരിക്കും. രവീന്ദ്രൻ ഈ രേവതി പൊട്ടിക്കരുന്നത് കാണുമ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ട്, എന്തിനാ ഈ പൂക്കടയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഈ പൂക്കട കാരണം അയൽപ്പക്കത്തുള്ളവർക്കൊക്കെ ശല്യമാണെന്നും കൊതുക് ശല്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെന്നൊക്കെ പരാതി വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും, ആരാണ് ആ പരാതി തന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അതൊന്നും അറിയത്തില്ല, ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സാറിനെ നോക്കിയാൽ തന്നെ കാണാം, ഞാൻ ഇവിടെ പൂവൊന്നും അനാവശ്യമായിട്ട് കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് ഞാൻ ഈ പൂക്കട തുടങ്ങിയിരിക്കുന്നത്, അന്നന്നത്തേക്ക് ആവശ്യമുള്ള പൂ മാത്രമാണ് ഞാൻ കെട്ടുന്നത്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല സാർ, പ്ലീസ് സാർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, പക്ഷെ എന്ത് ചെയ്യാനാ മാഡം, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണ്ടേ, ഇങ്ങനെ ആർക്കും ഒരു അവകാശവും ഇല്ല ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഒരു കട കെട്ടിക്കാനെന്നൊക്കെ പറയുമ്പോഴേക്കും
മറ്റേ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ സാർ നമ്മൾ മെയിൻ റോട്ടിലൊന്നും അല്ലല്ലോ, ഈ ഇടവഴിയിലല്ലേ, ഇവിടെ വണ്ടിയും തിരക്കും പോലും ഇല്ലാത്ത സ്ഥലമല്ലേ, അവിടെ ഈ പൂക്കട ഇരുന്നെന്ന് പറഞ്ഞ് എന്താവാനാന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ, ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ അവർ മേലധികാരികൾക്ക് പരാതി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവർ വന്ന് കൊണ്ടുപോകും, നിങ്ങൾ വേണമെങ്കിൽ ഓഫീസിൽ വന്ന് ഫൈൻ അടച്ചിട്ട് ഈ പൂക്കടയുടെ വണ്ടി വേണമെങ്കിൽ കൊണ്ടുപോക്കോ എന്നൊക്കെ പറയുവാണ്. പക്ഷെ പൂക്കട തുടങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ വണ്ടിയും കൊണ്ടും പോവേ. രേവതിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് പൊട്ടിക്കരയുവാണ്. ചന്ദ്രയും ശ്രുതിയൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു, ചിരിക്കാൻ തോന്നുന്നു, അവൾ കണ്ടില്ലേ പാവം അവിടെ ഇരുന്ന് കരയുന്നു. അപ്പോൾ ചന്ദ്ര പറയും, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ആ റോട്ടിൽ ഇറങ്ങിയിരുന്ന് കരയണോ, ഒരു ഫോർമാലിറ്റീസും പഠിപ്പും വിവരം ഇല്ലാത്തവരൊക്കെ ഒരു കട തുടങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണ്. രേവതി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ. എന്നിട്ട് അകത്തോട്ട് കയറിപ്പോവേ. സച്ചി അപ്പത്തേക്കും ഓടി വരും. സച്ചി വന്നിട്ട് ചോദിക്കും, എന്താ രേവതി, എന്തിനാ അവരെ പൂക്കട കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കി സച്ചിയേട്ടാ, പക്ഷെ അവരൊന്നും കേൾക്കുന്നില്ല, അങ്ങനെ ഒരു കട റോഡ് സൈഡിൽ വെക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി രവീന്ദ്രനോട് ചൂടാവുന്നുണ്ട്, അച്ഛാ എന്തിനാണ് അച്ഛാ അവർ പൊക്കിക്കൊണ്ട് വന്നത്, ഞാൻ ഇപ്പോൾ തന്നെ അവരോട് പോയി ചോദിക്കാമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എടാ വേണ്ടടാ, അത് അവരുടെ ജോലിയല്ലേ, അങ്ങനെ ഒന്നും തുടങ്ങാൻ പാടില്ല, അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ, അങ്ങനെ പബ്ലിക് പ്ലേസിലൊന്നും ഇങ്ങനെ ഒരു കട തുടങ്ങാൻ പാടില്ലടാ, അതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വെറുതെ ഒരു കട തുടങ്ങാമെന്നാണോ നിങ്ങളുടെ വിചാരം, ഒരു കട തുടങ്ങണമെങ്കിൽ അതിനെ പുറകിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇതൊന്നും അറിയാതെയാണോ ഒരു പൂവണ്ടി കൊണ്ടുവന്ന് അവിടെ ഇട്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയൊക്കെ കളിയാക്കുന്നുണ്ട്. ചന്ദ്രയും കളിയാക്കുന്നുണ്ട്. അതിന് ഇവർ രണ്ടുപേരും പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇവർക്ക് ഇതിനെ പറ്റിയൊക്കെ അറിവുണ്ടാവുന്നത്, ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടുപണി തന്നെയാണ്, അവൾ പോയി പൂ കെട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതി ഒരുപാട് കളിയാക്കുന്നുണ്ട്. രേവതിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടൻ എനിക്ക് വേണ്ടി ഇട്ട് തന്ന പൂക്കടയാണ് എനിക്കൊരു വിലയും, ഞാൻ സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങിയതൊക്കെ ആ പൂവണ്ടി വെച്ചിട്ടാണ്, അതാണ് ഇന്ന് അവർ കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രനൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ രേവതി വിഷമിക്കേണ്ട, ഒരു സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഉയർച്ച താഴ്ചകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, അതിനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതി എന്നാലും അതൊന്നും കേൾക്കുന്നില്ല. രേവതി അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എൻ്റെ പൂക്കട പോയെന്ന് പറഞ്ഞ് കരയുവാണ്. സച്ചിക്കാണെങ്കിൽ രേവതിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്ര എന്നിട്ട് ആ ദിവസം രേവതി ഉറങ്ങാണ്ട് പിറ്റേ ദിവസം താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്താടി രേവതി, നീ പണിയൊന്നും എടുക്കുന്നില്ല, ഇവിടെ എല്ലാവരും എഴുന്നേറ്റിട്ട് എത്ര നേരവും, നിനക്ക് എഴുന്നേറ്റിട്ട് ഒരു ചായ ഉണ്ടാക്കി തന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ കിടന്നപ്പോൾ താമസിച്ചു, നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി കുടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര ചീത്ത പറയുവേ, ഞങ്ങളോ, എന്താ എന്നോട് പണിയെടുക്കാനാണോ നീ പറയുന്നത്, എന്നാൽ നീ അവിടെ കസേരയിൽ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കുക, ഞാൻ നിനക്ക് എല്ലാം ഇച്ചുണ്ടാക്കി കൊണ്ട് തരാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് രേവതി അടുക്കളയിൽ പോകാൻ പോകുമ്പോഴേക്കും സച്ചി ചീത്ത പറയുവേ, എന്താ അമ്മേ ഇവിടെ ഉള്ളവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാൻ രേവതി എന്താ ചായക്കടക്കായോ, അവരവർക്ക് ആവശ്യമുള്ളത് അവരവർക്ക് ഉണ്ടാക്കി തിന്നൂടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, പിന്നെ വർഷ അവൾ കോടീശ്വരിയുടെ മോളാ, ശ്രുതിയാണെങ്കിലോ സ്വന്തമായിട്ട് നല്ല വരുമാനം അധ്വാനിക്കുന്ന ഒരു ബിസിനസ്സുകാരിയും, ഇവരോടൊക്കെയാണോ ഞാൻ ചായ ഉണ്ടാക്കി തരാൻ പറയേണ്ടത്, നിന്റെ ഭാര്യ ഒരു വിലയില്ലാത്തവളല്ലോ, ഒരു പണിയില്ലാത്തവൾ, അവൾ ഇവിടെ ഇരുന്ന് വീട്ടുപണിയൊക്കെ എടുക്കട്ടെടാ, നിനക്ക് എന്താന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കുവാണ്. ഇതൊക്കെ രേവതി അപമാനിക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സച്ചി അപ്പം പറയുന്നുണ്ട്, ഈ കംപ്ലൈൻറ്റ് കൊടുത്തത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, ചന്ദ്രയിലൊരു സംശയമുണ്ട്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടാ, നിനക്ക് എന്നെ വല്ല സംശയമുണ്ടോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏയ് അമ്മയുടെ തലയിൽ ഇത്രയും ബുദ്ധിയൊന്നും പോവില്ല, ഇതേതോ ക്രിമിനൽ മൈൻഡുള്ള ഒരാളായി കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് ശ്രുതിയെ നോക്കി പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, അവൻ കണ്ടുപിടിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എന്തായാലും സച്ചി അത് ആരാ കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്കിട്ടൊരു പണി കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് സച്ചി നമ്മുടെ ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഈ സങ്കടം പറയുവേ, രേവതിയുടെ പൂക്കട പോയി, അവളുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ടി പൂവൊക്കെ കെട്ടി കാറ് മേടിച്ചു തന്ന രേവതിയ, അവളുടെ പൂക്കടയാണ് ഇപ്പോൾ പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്ത് ചെയ്യുവാടാ ഇനി, അവൾക്ക് പുതിയതായിട്ടൊരു ഷോപ്പ് ഇട്ട് കൊടുത്താലോ, AC ഷോപ്പൊക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ രേവതിക്ക് ഒരു വില ഉണ്ടാവണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ കൂട്ടുകാർ പറയും, പൂവൊക്കെ മേടിക്കാൻ ആരെങ്കിലും AC ഷോപ്പിൽ കയറുകൂടാ, അതൊക്കെ എല്ലാവരും ചെറിയ കട നോക്കിയാലേ കയറത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ആ പൂവണ്ടി കൊണ്ടുവന്ന് ഫൈൻ അടച്ച് പൂവണ്ടി കൊണ്ടുവന്നിട്ടും കാര്യമില്ല, കാരണം ഒരു കട തുടങ്ങാൻ ഇനി സാധിക്കില്ല, പിന്നെ എന്താ ഒരു വഴി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു കൂട്ടുകാരൻ്റെ ഫോൺ വരുവേ, ഭാര്യ വിളിച്ചിട്ട് പറയും, ചേട്ടാ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പൈസ ഒന്ന് പേ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേക്കും കൂട്ടുകാരൻ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് ഭാര്യ. അപ്പോൾ സച്ചിക്ക് ഒരു ഐഡിയ തോന്നും, ഇപ്പം എല്ലാവരും എല്ലാത്തിനും ഓൺലൈനല്ലേ എല്ലാവരും പോകുന്നത്, കടയിലോട്ടൊക്കെ എല്ലാവരും
എല്ലാവരും പോക്ക് കുറവല്ലേ. അപ്പോൾ എൻ്റെ രേവതിക്കൊരു വണ്ടി മേടിച്ചു കൊടുത്താൽ ആ വണ്ടിയിൽ അവൾ പൂ വെച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കില്ലേ. അവളുടെ നിന്ന് സ്ഥിരമായിട്ട് പൂ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ അവൾക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അതൊരു നല്ല ഐഡിയ അല്ലേ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പറയും, ആ ശരിയാ സച്ചി, അതൊരു നല്ല ഐഡിയ. അതിനൊരു വണ്ടി മേടിക്കാൻ ഇപ്പോൾ എന്ത് ചെയ്യും? പറയും, ഞങ്ങളൊക്കെ നിനക്ക് കാശ് തരാനില്ലടാ ഒരുപാട്, ഞങ്ങൾ അതൊക്കെ തന്നാൽ നീ ആ കാശ് കൊണ്ട് മേടിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, എന്നാൽ എടുക്ക്, നിങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശൊക്കെ മേടിച്ച് ഒരു സ്കൂട്ടർ ഷോറൂമിലൊക്കെ പോയിട്ട് രേവതിയെ വിളിച്ച് ഇഷ്ടമുള്ള കളർ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് രേവതിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂട്ടർ തന്നെ മേടിക്കുവാണ്. ഷോറൂമിലുള്ള ആളോട് പറയുന്നുണ്ട്, പെട്ടിയൊക്കെ ബാക്കിലൊരു പെട്ടി ഫിറ്റ് ചെയ്യാനുള്ളൊരു വണ്ടി മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി സ്കൂട്ടറൊക്കെ മേടിക്കുന്നത്. എന്നിട്ട് ആ സ്കൂട്ടറും കൊണ്ട് വീട്ടിൽ പോയിട്ട് എല്ലാവരെയും ഫോൺ വിളിച്ച് പുറത്തോട്ട് വരാൻ പറയും. രേവതിയെയും ശ്രുതിയെയും വർഷയെയും എല്ലാവരെയും വിളിക്കുവേ. അപ്പോൾ ചന്ദ്ര പറയും, ഇവനെന്തിനാ എല്ലാവരും ഈ പുറത്തോട്ട് വിളിക്കുന്നത് ഫോണിൽ, അവൻ്റെ വണ്ടി എങ്ങാനും നിന്ന് പോയോ, നമ്മളെ തള്ളാൻ വേണ്ടി വിളിക്കുവാന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, വിളിച്ചത് സച്ചിയല്ലേ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് പോകുമ്പോഴേക്കും സച്ചി ഗേറ്റ് തുറന്ന് കാണിക്കുവേ രേവതിക്കൊരു സർപ്രൈസ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു സ്കൂട്ടർ. രേവതി ഞെട്ടിപ്പോകുവേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താടാ സച്ചി സ്കൂട്ടർ, ഇത് ഞാൻ എൻ്റെ രേവതിക്ക് വേണ്ടി മേടിച്ചതാണച്ചാ. എൻ്റെ രേവതി ഒരു വിലയില്ലാത്തവളായിട്ട് ഈ വീട്ടിൽ കഴിയാൻ പാടില്ല, രേവതിയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, പൂവൊക്കെ കെട്ടി എനിക്ക് കാർ മേടിച്ചെന്ന രേവതിയല്ലേ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോഴാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സച്ചിയേട്ട ഈ സ്കൂട്ടറൊക്കെ, ഇനി നീ ഈ സ്കൂട്ടറിലാണ് പൂ വിൽക്കാൻ പോകുന്നത്, മൊബൈൽ പൂക്കട എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. രേവതി സന്തോഷം കൊണ്ടൊന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ രവീന്ദ്രൻ പറയും, അത് കൊള്ളാലോ, അച്ഛ കടയല്ലേ ഇടാൻ പറ്റാത്തത്, ഈ വണ്ടിയിൽ പൂ വെച്ചിട്ട് പുറകെ ഞാനൊരു ബോക്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കും, ആ ബോക്സിൽ പൂവൊക്കെ അവർക്ക് ഇട്ടിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി ഡെലിവറി ചെയ്യാൻ പാകത്തിലുള്ളൊരു സ്കൂട്ടറാണ് ഇതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് ഒരുപാട് സന്തോഷമാവേ. ചന്ദ്രയും ശ്രുതിയൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. പൂക്കട പോയതിൽ അവർ ഒരുപാട് സന്തോഷിച്ചതാണ്. അപ്പോൾ സച്ചിതേ വീണ്ടും ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് പൂക്കട തുടങ്ങിയിരിക്കുന്നു. അത് കണ്ടിട്ട് അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ വർഷക്കും ശ്രീകാന്തിനൊക്കെ സന്തോഷമാണ്. അവർ പറയുന്നുണ്ട്, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, മൊബൈൽ പൂക്കട, നല്ല കാര്യം രേവതി ചേച്ചി, ഇതാകുമ്പോൾ വണ്ടി നമുക്ക് അകത്തോട്ടെടുക്ക എടുത്തിടാൻ പറ്റും, ആർക്കും ചേച്ചിയുടെ വണ്ടി പൊക്കിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അച്ഛാ എൻ്റെ രേവതി അവൾക്ക് വേണ്ടിയിട്ട് ഞാനിത് മേടിച്ചതാണ്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, നന്നായടാ, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടോ സ്കൂട്ടറിന് ഞാൻ എന്താ പേരിട്ടേന്ന് നോക്കിയേ, SR എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അമ്മയുടെ പേരിടാത്തത്, പൂക്കടക്ക് അമ്മയുടെ പേരായിരുന്നില്ലേ. അപ്പോൾ സച്ചി പറയും, അമ്മയുടെ പേരിനൊരു രാശിയില്ല, ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരായിരുന്നില്ലേ, ബ്യൂട്ടി പാർലറിൻ്റെ പേരും മാറ്റി, പൂക്കടയാണെങ്കിലോ അമ്മയുടെ പേരിട്ടപ്പോൾ പൂക്കട മൊത്തത്തിൽ അവർ വന്ന് പൊക്കിക്കൊണ്ടുപോയി, അതുകൊണ്ടാണ് ഞാനിനി രേവതിയുടെ പേരിടാമെന്ന് വിചാരിച്ചത്, എങ്ങനെയുണ്ട് അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ, കൊള്ളാം മോനെ എന്ന് പറഞ്ഞ് രേവതിക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുക. അപ്പോൾ രേവതി ചോദിക്കും, ഇതെന്താ തുറന്ന് നോക്കൂ എന്ന് പറയുമ്പോഴേക്കും അതിൽ താക്കോലെ. അപ്പോൾ രേവതി പറയും, ഇതെന്താ സ്കൂട്ടറിൻ്റെ താക്കോല, നീ അതെടുത്ത് ഇങ്ങോട്ട് കയറുമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുക, അച്ഛൻ ഇത് അനുഗ്രഹിച്ച് തരട്ടെ. അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രയെ വിളിക്കും, വാ ചന്ദ്രേ നമുക്കൊന്നിച്ച് ഇവരെ അനുഗ്രഹിക്കാമെന്നൊക്കെ പറഞ്ഞ് താക്കോലൊക്കെ രേവതിയുടെ കയ്യിൽ കൊടുത്താൽ രേവതിയെ അനുഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും രേവതിയും സച്ചിയും നല്ല സന്തോഷത്തിലാണ്. പൂക്കട പോയതിൽ രേവതിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കാരണം രേവതിക്ക് അറിയാവുന്ന ഒരു തൊഴിൽ അതായിരുന്നല്ലോ, അതും പോയി. പക്ഷേ അപ്പോൾ അതിന് പരിഹാരമായിട്ട് സച്ചി തന്നെ ഒരു വണ്ടി ഏർപ്പാടാക്കി കൊടുത്തിരിക്കുകയാണ്. സച്ചിക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ട് കണ്ടിട്ട് രേവതിക്കാണെങ്കിൽ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചേട്ടനൊന്ന് ഇരുന്ന് നോക്കേണ്ടേ പുറകേലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. ഹാപ്പി അല്ലാതിരിക്കുന്നത് നമ്മുടെ ശ്രുതിയും ചന്ദ്രയാണ്. ഏതായാലും മൊബൈൽ പൂക്കട വൻ വിജയമായിരിക്കും രേവതിയുടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.